പരിപാടി എന്ന് പറഞ്ഞാൽ പോയിന്ന് സൈഫർ എല്ലാറ്റും തുടങ്ങും. എന്ത് സംഭവിക്കാം ന്യൂസ് സ്റ്റോറിയാണ് കേട്ടോ. റീപ്ലാൻ ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. പ്ലാൻ ചെയ്തിട്ടുണ്ട്, മാർക്ക് ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൾറെഡി അവിടെ 2 പ്രാവശ്യം തട്ടിക്കഴിഞ്ഞു. ആ പോയിന്റിലുണ്ടല്ലോ, അവിടെ എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. നോക്കുക, അതിനുമ്പ് അത് താഴെ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ടത്, മാറ്റിക്കളയും. കയറിയില്ല ഗൈസ്, 15 വിപ്പിൻ്റെ അടുത്തൊന്നും കയറിയില്ല. അതിനു മുമ്പേ 15 വിപ്പിൻ്റെ ഷോർട്ടേജ് ഉണ്ടായിരുന്നു. മുളിയും താഴെ എത്തി, പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ നിന്ന് തട്ടാതെ വന്നു. എന്ത് ചെയ്യാനാണ്? അടുത്ത് ഇവിടെ നിന്ന് ലോങ് എടുക്കേണ്ട പ്ലാനാണ്, പക്ഷെ താഴെ എത്തിയിട്ടില്ല. ഞാൻ കുറച്ചും കൂടി നോക്കും. ഇങ്ങനെ ബ്രേക്ക് ചെയ്തൊക്കെ പോകണോ എങ്കിൽ ലോങ് തന്നെ മാറും. ഞാൻ ഇവിടെ എത്തിയിട്ട് ലോങ് എടുക്കാമെന്നാണ് വിചാരിച്ചത് ഇവിടെ എത്തിയതിനു ശേഷം. പക്ഷെ അതിന് മുമ്പേ നല്ല റിജക്ഷൻ വന്നു തുടങ്ങി. നോക്കട്ടെ, അടുത്ത ട്രേഡിന് വേണ്ടിയുള്ള പ്ലാൻ ഞാൻ മാർക്ക് ചെയ്തെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 70% കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ട്രേഡ് എടുത്ത് രണ്ടും നെക്സ്റ്റ് ലെവലായി പോയി. ഒരെണ്ണം 70% ആയുള്ളൂ, ഇനി അത് നോക്കണല്ലേ, ഇനി അത് ആയിക്കോളൂ. കറക്റ്റ് ആണെങ്കിൽ ആയിക്കോളൂ, ഇല്ലെങ്കിൽ പോട്ടെന്ന് അത്രേ ഉള്ളൂ. കറക്റ്റ് ആണെങ്കിൽ കിട്ടും, കറക്റ്റ് അല്ലെങ്കിൽ വേണ്ടെന്ന് നോക്കി. അടുത്തുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ പോയി ചെടിക്കൊക്കെ ഒന്നുള്ള ഒഴിച്ച് സെറ്റാക്കുക. പിന്നെ എൻ്റെ കൂടെ കൂടി പേരത്തമ്പഴം ഒന്ന് അതും പോയി കഴിച്ചു. മനസ്സിലായി കേട്ടോ. റിജക്ഷൻ വന്നു കേട്ടോ, ഒന്നും പറയാല്ല. സെറ്റ് കിട്ടേണ്ടതുണ്ടെങ്കിലേ കിട്ടുള്ളൂ കേട്ടോ. കാരണം ഞാൻ ഇതിൻ്റെ ബേസിന് വെച്ചിരുന്നെങ്കിൽ ഇനി കറക്റ്റ് എടുക്കാമായിരുന്നു. മനസ്സിലായോ? ഞാൻ കറക്റ്റ് ഇതിൻ്റെ വേണ്ടി വെച്ചതാണ്. അല്ലെങ്കിൽ ഇതിനെ ഇവിടെ നിന്നില്ലെങ്കിൽ തിരിച്ച് താഴെ പോയി ഇവിടെ വരണം. ചെടി ഫുള്ള് വെള്ളം ഒഴിച്ച് സെറ്റാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഗൈസ്, റണ്ണിങ്ങിന് പോകാൻ ചെടി വെട്ടിക്കളഞ്ഞ കേട്ടോ. കാലൊക്കെ വേദനിക്കുന്ന കേട്ടോ. ഒട്ടും സ്ട്രെങ്ത് ഇല്ലാത്തല്ല കാലിന്. കഴയ്ക്കാൻ തുടങ്ങണം. നല്ല റെസ്റ്റ് കൊടുക്കാത്തതുകൊണ്ടാണോ എന്താണെന്ന് അറിഞ്ഞുകൂടാ. എൻ്റെ അടുപ്പുള്ള ഗൈസ്. യെസ്, ഇനി കുറച്ചും കൂടി നടന്നാൽ മതി. ചില ഫുഡും കഴിച്ചിട്ട് കുളിക്കേണ്ട പരിപാടിയുണ്ട്. അപ്പോഴത്തേക്കും വെള്ളം, ഐസ് വെള്ളം ആയിക്കോളും. ഇതിനകത്ത് കൊണ്ടുപോയിട്ടെ ഫുഡ് കഴിക്കട്ടോ. കഴിച്ചിട്ട് പോയി കുളിക്കാം. പാത്രം കഴുകട്ടോ. യെസ്, ഫുഡ് കഴിക്കാൻ പോകണം കേട്ടോ. കൂടി കഴിച്ചിട്ട് കുറച്ച് നേരം എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് സംസാരിച്ച് ഇപ്പോൾ കിടന്നൊരു ഉറക്കം ഉറങ്ങും കേട്ടോ. നേരെ ഡ്യൂട്ടി കയറാനാട്ടോ ടൈമായി. ഓക്കെ, ക്ലോറിനേഷൻ്റെ അവിടെ കമ്പ്യൂട്ടർ ബേസ് കുഴപ്പമില്ല. ഇനി അടുത്ത അനാലിസിൻ്റെ കൂടി നോക്കിയാൽ മാർക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ട്രേഡിൻ്റെ ടൈം ആയിട്ടില്ല. ടൈം ആകുമ്പോൾ ട്രേഡിങ്ങിന് വേണ്ടി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്നും ആയിട്ടില്ല. പോയ ഇതുവരെ പോകുള്ളൂ എന്നാണ് എൻ്റെ ഒരു തോട്ട്. പിന്നെ ഇത് കഴിഞ്ഞാൽ പിന്നെ എവിടാ നോക്കട്ടെ. ഗൈസ്, മാക്സിമം അത് എത്തിക്കഴിഞ്ഞ കുഴപ്പമില്ല. ഇവിടെ എത്തിയതിനു ശേഷം നോക്കാം എന്ത് ചെയ്യണം. ടാർഗറ്റ് വരെ എത്തിയിട്ടുണ്ട്. ഇന്നിനെ ട്രേഡ് നോക്കണല്ല, ഇനി വൈകുന്നേരമുള്ള നോക്കാം. നേരത്തുള്ള മൂവ്മെൻറ്റ് കഴിഞ്ഞ് അത്രയുള്ള മൂവ്മെൻറ്റ്. ഇനി ചിലപ്പോൾ മേളയിൽ കയറുമെന്ന് പറയണത് ഊന്ന് കയറും. ആ ടൈമിലെ മൂവ്മെൻറ്റ് കാണൂല. ചിലപ്പോൾ സൈഡ് ബൈ സൈഡ് അടിച്ചിരിക്കും. ചാടിയിട്ട് കാര്യമില്ല. എല്ലായിടത്തും സെറ്റാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. അടിച്ച് ഗ്യാസ് കുഴപ്പമില്ല. ഇന്നത്തെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ക്ലീൻ ആക്കണം. നാളെ വെള്ളിയല്ലേ, പിന്നെ ക്ലീൻ ചെയ്യണം. ഇനി ജസ്റ്റ് ഒന്ന് കഴുകി ഇറങ്ങട്ടെ കേട്ടോ. ഓക്കെ, സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ആ സൈഡ് മാത്രം കഴുകിയിട്ടില്ല. പമ്പിരിക്കുന്ന മോട്ടർ ഇരിക്കുന്ന സൈഡിൽ മടക്കി വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് അയച്ചു കൊടുക്കും. കോർഡിനേഷൻ്റെ കൂടെ കുഴപ്പമില്ല. അടുത്തെന്ന് പറഞ്ഞാൽ സൈഫെയർന്നും കൂടി അഡ്ജസ്റ്റ് ചെയ്യേണ്ട. അതിപ്പോൾ അല്ല, കുറച്ചും കൂടി കഴിഞ്ഞിട്ട് അഡ്ജസ്റ്റ് ചെയ്യണുള്ളൂ. കാരണം ഇപ്പോൾ ഔട്ട് ശതം കൂടുതൽ പോകുക. ആ ട്രേഡ് ഉണ്ടാ ഗൈസ്. പോയി പൊട്ട്. പിന്നെ ഇതൊക്കെ ഇതിലെ ട്രേഡ് എന്ന് പറഞ്ഞാൽ പിന്നെ നോർമലാണ് കേട്ടോ. വലിയതൊന്നുമില്ല. എന്ത് സംഭവിക്കാന്നുള്ളൊരു ട്രേഡാണ്. പിന്നെ അടുത്തുള്ളതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് എഡിറ്റിങ്, അനാലിസിസ്. ഇനിയിപ്പോൾ ട്രേഡിങ്ങിന് ടൈം ആയിട്ടില്ല. 1.5 മണിക്കൂർ കൂടി അടിച്ചിട്ടുണ്ട്. എന്നാൽ ഇല്ല ഔട്ട്ലെറ്റൊന്ന് കുറയാകുമ്പോൾ അതും പോയി ഒന്ന് ഇൻലെറ്റും തുറക്കണം. വീണ്ടും ഔട്ട്ലെറ്റ് ശലം കൂടി തുറക്കണം. സൈഫർ ഇൻലെറ്റ് തുറക്കണം. പറഞ്ഞ് എനിക്ക് തന്നെ തെറ്റിപ്പോകും. വേറെ പരിപാടിയൊന്നുമില്ല ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ്.